ഹലോ. ഈ ഇഫ്താറിന് നല്ലൊരു കിടുക്കാച്ചയായിട്ടാണ് കേട്ടോ. നമ്മുടെ കിഴങ്ങും മുട്ടയും വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ട. അപാര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ. കുഴയ്ക്കണ്ട, പരത്തണ്ട, കിഴങ്ങും മുട്ടയും വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ മാത്രം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇഫ്താറിനൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ കിഴങ്ങൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് വേഗം വെന്ത് കിട്ടത്തുള്ളൂ. ഒരുപാട് കട്ടിയിൽ സ്ലൈസ് ചെയ്തെടുക്കല്ല. ഭയങ്കര തിന്നായിട്ട് തന്നെ ഇതേപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് നമുക്ക് എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഉള്ളി ഉണ്ടല്ലോ. ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ അതേപോലെ സെയിം ഇതിൽ സ്ലൈസ് ചെയ്ത്, അതായത് തീരെ കനം കുറച്ച് തന്നെ എടുത്തോളൂ. ഉള്ളിക്ക് അധികം വേവില്ല എങ്കിലും കനം കുറച്ച് തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ സ്ലൈസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. ഒരു മുട്ട അതും അതേപോലെ തന്നെ ഒന്ന് വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മുട്ട കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സ്നാക്ക് കിട്ടും കേട്ടോ. അത്രയും ഒരു മുട്ടയും ഇത്രയും ഒരു കിഴങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു 15 സ്നാക്കോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത പൊട്ടാറ്റോ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് സ്ലൈസ് ചെയ്ത നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് കുഴയ്ക്കാതെയും പരത്തൊന്നും വേണ്ട, ഈസി ആയിട്ട് നമുക്ക് ഇഫ്താറിനൊരു സ്റ്റാർ ആവാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ, മുട്ടയുടെ ഒരു ചെറിയ പീസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച കിഴങ്ങുണ്ടല്ലോ, അതും കൂടെ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ആ ബാക്കി വന്ന പൊട്ടാറ്റോയുടെ സ്ലൈസ് വെച്ചിട്ട് നമ്മൾ ഇത്രയും വെച്ചതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കടലമാവാണ് എടുക്കുന്നത്. അതായത് 1.5 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് എടുക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒരു ബാറ്റർ രൂപത്തിൽ മുക്കി പൊരിക്കുന്ന രൂപത്തിൽ നമ്മളൊന്ന് കടലമാവൊന്ന് വെള്ളം കൂടി പോവാതെ, ഒരുപാട് വെള്ളം കൂടി പോകാതെ ഈ ഒരു കുഴഞ്ഞ പരുവത്തിൽ കിട്ടുന്ന പോലെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇതിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ശരിക്കും നല്ലൊരു ഹെൽത്തി സ്നാക്കും ആണ് കേട്ടോ. ഇത് നമ്മൾ ആ ബാറ്റർ ശരിക്കും തിക്കായിട്ടിരുന്നാലേ നമ്മളിത് എണ്ണയിലോട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടെ വിട്ട് മാറിപ്പോവും. അതുകൊണ്ട് കട്ടിക്കുള്ള ബാറ്റർ എടുത്തിട്ട് അതിൽ മുക്കി ഒന്ന് പൊരിച്ച് നോക്കണം കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. ആ ഉള്ളിയും കിഴങ്ങും മുട്ടയും എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ടേസ്റ്റി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കിഴങ്ങും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഒരു കമൻറ്റ് തരണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ ബാറ്ററിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കടലമാവ് ഒരുപാട് വെള്ളം കൂടി പോകാതെ നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും കിഴങ്ങ് വേറെ, മുട്ട വേറെ, ഉള്ളി വേറെ, അങ്ങനെ മാറി മാറി പോകും കേട്ടോ. എല്ലാം അതിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഈ ബാറ്റർ കട്ടിയായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് കറക്റ്റ് നല്ല രീതിയിൽ നമുക്കൊന്നും വിട്ടു പോകാതെ നല്ല രീതിയിൽ തന്നെ ആ സ്നാക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ശരിക്കും എളുപ്പമല്ലേ, എന്നാൽ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര പാടാന്ന് തോന്നും. പക്ഷേ എങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. റംദാനൊക്കെ എല്ലാവരുടെ മുന്നിൽ വെക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് എല്ലാവരും ചോദിക്കും ഇതെന്താ സംഭവം എന്ന്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു ഹെൽത്തി സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ റമദാൻ ഇങ്ങ് അടുത്തു. തീരുന്നതിന് മുന്നേ നമുക്ക് എല്ലാവരുടെ മുന്നിൽ ഇതൊന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും ഹെൽത്തി ആയിട്ടും നല്ല വെജീസും മുട്ടയൊക്കെ വെച്ചിട്ടത് കിഴങ്ങും മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ. നോക്കിയിട്ട് ഒന്ന് കമൻറ്റിലൂടെ വന്ന് അഭിപ്രായം പറയണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളൊരു കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ ഈ ഹെൽത്തി സ്നാക്ക് ഈ കിഴങ്ങിന് പകരം നിങ്ങൾക്ക് ഈ മുട്ടയ്ക്കും പകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചിക്കനോ ബീഫോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.